പിന്നെ ഇസ്രാഫീലിൻ്റെ വിളിയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് ആ വിളി എല്ലാവരിലേക്കും നേരിട്ടെത്തും. ആ വിളിക്ക് എല്ലാവരും ഉത്തരം മേകിയിട്ട് എന്ത് ചെയ്യും? അവർ വേഗത്തിൽ വരും എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. തയ്യ് ആ വരവിനെ കുറിച്ച് പറയുന്നതാണ് എന്താ? വഖശഅത്തിൽ അസ്വാതു ലിർറഹ്മാൻ ഫലാ തസ്മഉ ഇല്ലാ ഹംസ. വഖശഅത്തിൽ അസ്വാത്ത്, എല്ലാ ശബ്ദങ്ങളും ഖശഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഖശഅത്ത് എന്ന് പറഞ്ഞാൽ ദല്ലത്ത്, പതിഞ്ഞതാകും. ഖശഅത്തിൽ അസ്വാത്ത് അല്ലെങ്കിൽ എല്ലാ ശബ്ദങ്ങളും പതിഞ്ഞതാകും, അടങ്ങും, ഒതുങ്ങും. ഖുശൂഅൊക്കെ അതിൽ നിന്നാണ് വരുന്നത്. ഖുശൂ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? ശരീരം അടങ്ങി പാർക്കും അല്ലേ? ഖുശൂവോടുകൂടി നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അടങ്ങി പാർത്താണ് അല്ലേ? ഖുശൂവോടുകൂടി നിസ്കരിക്കുമ്പോൾ ആരും മൂക്കിൽ തുളക്കൂല, അതേപോലെ തന്നെ അങ്ങനെയൊന്നും കാണിക്കില്ല. ഖുശൂവിൻ്റെ അടയാളമാണ് എന്ത്? ശരീരം അടങ്ങി പാർക്കുക എന്നുള്ളത്, ഒതുങ്ങുക എന്നുള്ളത്. വഖശഅത്തിൽ അസ്വാത്തു, ശബ്ദങ്ങൾ ദല്ലത്ത് എന്നാണ്. ദല്ലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒതുങ്ങും, അടങ്ങും. ലിർറഹ്മാൻ, ലിർറഹ്മാൻ എന്ന് പറഞ്ഞാൽ റഹ്മാനായ അള്ളാഹുവിന്. അവിടെ ആർക്കും വാചാലാകാൻ സാധിക്കില്ല, ആരും വാചാലാകൂല്ല. അതാണ് ഫല തസ്മഉ ഇല്ലാ ഹംസ. ഫല ഫ, അതിനാൽ റഹ്മാനായവന് ശബ്ദം അടങ്ങിയാൽ, ഒതുങ്ങിയാൽ, പതിഞ്ഞാൽ, അതാണ് ലാ തസ്മഉ, നീ കേൾക്കില്ല. ലാ തസ്മഉ, നീ കേൾക്കില്ല. ഇല്ലാ ഹംസ. ഹംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംഹത്തിന് ഹമൂസ് എന്ന് പറയും. ഹമൂസ് എന്ന് സിംഹത്തിന് പറയുന്നത് സിംഹം എരനെ പിടിക്കാൻ നടക്കണം എന്ന അർത്ഥത്തെ പരിഗണിച്ച്. അതെങ്ങനെയാണ് നടക്കുക? പതിഞ്ഞ, ആരും കേൾക്കാതെയാണ്, പതിഞ്ഞ കാലടിയിലാണ് നടക്കുക എരന. അതുകൊണ്ട് സിംഹത്തിന് ഹമൂസ് എന്ന് പറയും. ഹംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ അറബി ഭാഷയിൽ ഖഫ്ഖ് എന്ന് പറയും, അതുപോലെ തന്നെ ഖഫശ, ഖശഫ എന്ന് പറയും, ഖശ്ഖശ എന്ന് പറയും. ഓരോ ശബ്ദങ്ങൾക്ക് ഇതൊക്കെ കാലിൻ്റെ ശബ്ദങ്ങളാണ്, നടക്കണതിൻ്റെ ശബ്ദത്തിന്. ഹംസ് എന്ന് പറഞ്ഞാൽ ഒരാൾ ചെരുപ്പില്ലാതെ നടന്നാലുണ്ടാണ് ഒച്ചക്ക് പറയും. ചെരുപ്പില്ലാതെ നടക്കുമ്പോൾ എന്താ ഒച്ച അല്ലേ? അതിനാണ് ഹംസ് എന്ന് പറയാം. നേരിയ ശബ്ദം, പതിഞ്ഞ ശബ്ദം എന്ന് പിന്നെ അതിന് എന്ത് ചെയ്യാണ്? ഒരു പരാവർത്തനം ചെയ്തുകൊണ്ട് പറയുന്നതാണ്. ഖഫ്ഖ് എന്ന് പറഞ്ഞെങ്കിൽ ചെരുപ്പ് ഇട്ടിട്ടുള്ള ശബ്ദം. അതാണ് നമ്മൾ ഖബറിലെ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരാളെ മറമാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പിരിഞ്ഞു പോകുമ്പോൾ അവരുടെ ഖഫ്ഖുനിആൽ എന്ന് പറഞ്ഞാൽ എന്താ? ചെരുപ്പിൻ്റെ ശബ്ദം ഖബറിൽ കേൾക്കുന്നതാണ്. കാരണം അപ്പോഴത്തേക്ക് റൂഹ് കൊടുക്കുന്നതാണ്. അവിടെ ഖഫ്ഖുനിആൽ എന്നാണ് പറഞ്ഞത് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗം കാണിക്കപ്പെട്ടു. അപ്പോൾ അവിടെ ഒരു ഖശഫ കണ്ടു എന്നാണ്. ഖശഫ എന്ന് പറഞ്ഞാൽ ഒരു നടക്കുന്ന ശബ്ദം. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കിയപ്പോൾ ഫഇദാ ഹിയ അർറുമൈസ അല്ലെങ്കിൽ ഗുമൈസ എന്ന് പറയാണ്. അത് ഗുമൈസ ആണ്. റുമൈസ എന്ന് പറഞ്ഞാൽ ആരാ? ഉമ്മു സുലൈം, അനസ് റളിയല്ലാഹുവിൻ്റെ ഉമ്മ ഉമ്മു സുലൈമാണ് എന്ന് പറയുന്നത്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗം കാണിക്കപ്പെട്ടപ്പോൾ അവിടെ ഒരു ഖശ്ഖശ കേട്ടു എന്നാണ്. ഖശ്ഖശ ഫഇദാ ഹുവ ബിലാൽ, അത് ബിലാലാണെന്നാണ്. ഇതൊക്കെ നടത്തത്തിൻ്റെ ഓരോ പേരുകളാണ്. പക്ഷേ നടത്തത്തിൻ്റെ പ്രത്യേകതകൾക്കനുസരിച്ചിട്ട് ഒന്നുകിൽ ഖശ്ഖശ എന്ന് പറയും, അല്ലെങ്കിൽ ഖശഫ എന്ന് പറയും, അല്ലെങ്കിൽ ഖഫ്ഖ് എന്ന് പറയും. ഇവിടെ ചെരുപ്പില്ലാതെ നടക്കുമ്പോൾ അതിനാണ് ഹംസ് എന്ന് പറയാം. പിന്നെ അതെന്ത് ചെയ്തു? പതിഞ്ഞ ശബ്ദത്തിന് പറയും. പതിഞ്ഞ ശബ്ദത്തിന് റുമൈസ അനസ് റളിയല്ലാഹുവിൻ്റെ ഉമ്മാൻ്റെ പേരല്ലേ? ഉമ്മു സുലൈം ബിന്ത് മിൽഹാൻ, എൻ്റെ സഹോദരനാണ് ഹറാം ഇബ്നു മിൽഹാൻ. ഒരു ചരിത്രം വായിച്ചത് വിശുദ്ധ ഖുർആനിലൊരു ആയത്തുണ്ടായിരുന്നു. അൻ അബ്ലിഗു ഖൗമന അൻ ഖദ് ലഖീന റബ്ബന ഫറദിയ അന്ന വറദീന അൻഹു. വിശുദ്ധ ഖുർആനിലുണ്ടായിരുന്ന ഒരു ആയത്താണ്. അബ്ലിഗു ഖൗമന അല്ലെങ്കിൽ ബല്ലിഗു ഖൗമന അന്ന ഖദ് ലഖീന റബ്ബന അല്ലെങ്കിൽ അൻ ഖദ് ലഖീന റബ്ബന, ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടിയിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഞങ്ങളുടെ ജനതയെ അറിയിക്കണം. ഫറദിയ അന്ന വറദീന അൻഹു, റബ്ബ് ഞങ്ങളെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾ റബ്ബിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു അല്ലേ? ഇത് ഞങ്ങളെ ജനതയെ, ആളുകളെ അറിയിക്കണം എന്നാണ് ഒരായത്ത് വിശുദ്ധ ഖുർആനിൽ. ബല്ലിഗു ഖൗമന അൻ ഖദ് ലഖീന റബ്ബന ഫറദിയ അന്ന വറദീന അൻഹു. അതാണ് വിശുദ്ധ ഖുർആനിലൊരു ആയത്തായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെ ഒരു ആയത്തില്ല വിശുദ്ധ ഖുർആനിൽ. അത് എന്ത് ചെയ്തു? നസ്ഖ് ചെയ്യപ്പെട്ടു, വിധി ദുർബലപ്പെടുത്തപ്പെട്ടു, പാരായണവും ദുർബലപ്പെടുത്തപ്പെട്ടു. അപ്പോൾ അത് ആ ആയത്തിനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ആ ആയത്ത് ബിർ മഊനയിൽ
ഷഹീദായ 70 പേരുണ്ടല്ലോ അൻസാരികൾ. ആ അൻസാരികളിൽ പിന്നെ അവരുടെ പ്രത്യേകത അവർ പിന്നെ ഖുർആൻ പഠിക്കുമായിരുന്നു എന്നാണ്. കാരണം യഖ്റഊന അൽ ഖുർആൻ വയതദാറസൂനഹു ഫിൽ ലൈൽ ഫയതഅല്ലമൂൻ. രാത്രി അവർ ഖുർആൻ പഠിക്കും, ഖുർആൻ ഓതും. പകലിൽ അവർ പിന്നെ വെള്ളം ശേഖരിക്കും, എന്നിട്ട് പള്ളിയിൽ കൊണ്ടുവന്ന് വെക്കും ആളുകൾക്ക് കുടിക്കാനും ഉപയോഗിക്കാനും. പിന്നെ വയഹ്തതിബൂൻ, അവർ വിറക് ശേഖരിക്കും, പിന്നെ സുമയബിഊൻ, എന്നിട്ട് ആ വിറക് അവർ വിൽക്കും. വയതസദ്ദഖൂന ലി അഹ്ലി സുഫ്ഫത്തി വൽ ഫുഖറ, മസ്ജിദ് നബവിയിൽ ഉണ്ടായിരുന്ന അഹ്ലു സുഫ ഉണ്ടല്ലോ, അവർക്കും ഫക്കീറന്മാർക്കും എന്നിട്ട് അവരതിൻ്റെ പൈസ സദക്ക ചെയ്യും. ഇങ്ങനെയുള്ള 70 പേരാണ്. എന്നിട്ട് അനസ് പറയുകയാണ് ഈ സംഭവം ഉദ്ധരിക്കുമ്പോൾ, വമിൻഹും ഹറാം ഇബ്നു മിൽഹാൻ, അവരിൽപ്പെട്ട ആളായിരുന്നു ആര്? ഹറാം ഇബ്നു മിൽഹാൻ, ഉമ്മു സുലൈമിൻ്റെ സഹോദരൻ. ഉമ്മു സുലൈമിൻ്റെ സഹോദരൻ ഹറാം ഇബ്നു മിൽഹാൻ. അങ്ങനെ പിന്നെ ഇവർ ബനു ആമിർ ഗോത്രം വന്നിട്ട് റസൂലുള്ളാഹിനോട് പറയാണ്, ഞങ്ങളുടെ നാട്ടിലൊക്കെ എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, അവരെ ഖുർആനും സുന്നത്തും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് ആളുകളെ വിട്ടുതരണം. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ 70 ആളുകളെ വിട്ടുകൊടുത്ത്, ഖുർആനും സുന്നത്തും പഠിപ്പിക്കാൻ വേണ്ടി വിട്ടുകൊടുത്ത്. അങ്ങനെ ഇവർ ബനു ആമിർ ഗോത്രത്തിലേക്ക് പോകുമ്പോൾ, മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് മക്കയിലേക്കുള്ള വഴിയിലാണ് ഈ ഗോത്രം. അവരെന്ത് ചെയ്ത് ചതിയിൽപ്പെടുത്തിയതാണ്. ബനു ലഹ്യാൻ ഗോത്രത്തിലെ ഈ റിയാൽ ദിക്വാൻ ഗോത്രക്കാർ വന്ന് വളഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യാണ്, കൊല്ലുകയാണ്. അതിൽ ആദ്യത്തെ കുത്തേൽക്കുന്നത് ഹറാം ഇബ്നു മിൽഹാനാണ്, ഉമ്മു സുലൈമിൻ്റെ സഹോദരനാണ്. അത് പിന്നിൽ നിന്നാണ് കുത്തുന്നത്. ആ കുത്ത് അതെന്ത് ചെയ്തുകൊണ്ട് പുറത്തേക്ക്, ബാക്കിൽ നിന്ന് കുത്തിയത് പുറത്തേക്ക് എന്നിട്ട് തുളച്ചു. ആ രക്തം കൊണ്ട് ഒന്നായിട്ട് ചിന്തി. അപ്പോൾ അദ്ദേഹം അതിൻ്റെ കയ്യിൽ വാങ്ങിയിട്ട് മുഖത്തിന് തേച്ചു എന്നാണ്. എന്നിട്ട് ഫുസ്തു വറബ്ബിൽ കാബ, കാബയുടെ റബ്ബാണ് ഞാൻ വിജയിച്ചു എന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് എല്ലാവർക്കും മനസ്സിലായി ഞങ്ങൾ അപകടത്തിൽപ്പെട്ടു. പക്ഷേ അവരൊന്നായിട്ട് എന്ത് ചെയ്തു, വലിയൊരു ഗോത്രമല്ലേ, ഈ 70 ആളുകളെ വളഞ്ഞ് അവർ വധിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവർ പറയുന്നുണ്ട്, പിന്നെ റബ്ബേ ഞങ്ങളുടെ നബിയെ ഇവരെ നീ അറിയിക്കണേ എന്നുള്ള ഇതൊക്കെ അവർ ദുആ ചെയ്യുന്നുണ്ട്. പിന്നെ അവർ ഷഹീദായി. ആ ഷഹീദായതിനു ശേഷം അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടതും, അവർ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ട ആ അനുഭവമാണ് എന്ത് ചെയ്യണത്, അവരെന്ത് ചെയ്യണത്, സ്വർഗത്തിൽ വെച്ച്, ഷഹീദാണല്ലോ, സ്വർഗത്തിൽ വെച്ചിട്ട് അവർ പറയണത്. ആ വിഷയത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്ത് ആയത്തിറക്കിയത്. എന്ത് ബല്ലിഗൂ ഖൗമന അൻ ലഖീന റബ്ബന ഫറദിയ അന്ന വറദീന അൻഹു എന്നുള്ള ആയത്ത്. മനസ്സിലായില്ല? ഞാനത് ഈ ഉമ്മു സുലൈമിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ അവരുടെ ആ സഹോദരൻ ഹറാം ഇബ്നു മിൽഹാനെ കുറിച്ച് എന്നോ വായിച്ച ഒരു ചരിത്രം ഓർത്തു. റളിയല്ലാഹു അനിൽ ജമീഅ. അസ്തഗ്ഫിറുല്ലാഹ്. ഇവിടെ ഹംസ എന്ന് പറഞ്ഞെങ്കിൽ യഥാർത്ഥത്തിൽ ഈ കാലടികൾക്കാണ് പറയുക. ഹമൂസ് എന്ന് പറഞ്ഞേ, സിംഹം നടക്കും എന്തിന്, എരനെ പിടിക്കാൻ, അതെങ്ങനെ നടക്കുക, പതിഞ്ഞാണ് നടക്കുക. അതുകൊണ്ട് തന്നെ നേരിയ ശബ്ദങ്ങൾക്ക് പിന്നെ ഹംസ എന്ന് പ്രയോഗിക്കും. ഇവിടെ വഹശഅത്തിൽ അസ്വാത്തിൽ റഹ്മാൻ ഫലാ തസ്മഉ ഇല്ലാ ഹംസ, അതിൽ പിന്നെ നീ കേൾക്കില്ല ഹംസ അല്ലാതെ. അത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ട് മഹ്ശറിലേക്കുള്ള അവരുടെ നടത്തം, അതിൻ്റെ ശബ്ദം എന്ന് പറയാം. അല്ലെങ്കിൽ അവർ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, യതഖാഫതൂന ബൈനഹും ഇൻ ലബിസ്തും ഇല്ലാ അശ്റ, നമ്മൾ ആകെ ഖബറിലും ദുനിയാവിലും 10 ദിവസം മാത്രമേ കഴിഞ്ഞുകൂടിയിട്ടുള്ളൂ എന്ന് അവർ പറയുന്നില്ല. അത് യതഖാഫതൂന ബൈനഹും എന്നാണ്. അവർക്കിടയിൽ എന്താണ്, അവർ അന്യോന്യം ആ പതിഞ്ഞ സ്വരത്തിൽ പറയാണ്, അടക്കം പറയാൻ. അപ്പോൾ ആ ശബ്ദമല്ലാതെ നീ കേൾക്കില്ല, അല്ലെങ്കിൽ അവർ നടക്കുമ്പോൾ ആ ശബ്ദമല്ലാതെ നീ കേൾക്കില്ല. നേരിയ ശബ്ദം അതാണ്. എല്ലാ ശബ്ദങ്ങളും ഖശഅത്തിൽ റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിന് എന്തായിരിക്കും, പിന്നെ പതിഞ്ഞ നിലയിലായിരിക്കും എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല